എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇനി ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അതായത് ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ്, അതായത് എന്തുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോഴും ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എനിക്കിവിടെ ലഭിക്കുന്ന എല്ലാ മെസ്സേജസും ഞാൻ നിങ്ങളോട് പറയാം. ഇതിലെന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതുമാത്രം നിങ്ങളെടുക്കാം. അതുപോലെ തന്നെ ഇന്ന് വാലന്റൈൻസ് ഡേ ആണല്ലോ. അപ്പോൾ ഈ ഒരു ദിവസം യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്താണ് എന്നും നമുക്ക് നോക്കാം. അതായത് ഒരു ദിവസം, ഈ ഒരു നിമിഷം യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ദിവസം എന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് ആ ഒരു സമയത്ത് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇന്നാണ് കാണുന്നത് ഈ റീഡിംഗ് എന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന സന്ദേശമായിട്ട് നിങ്ങൾക്ക് ഇത് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ എപ്പോഴെങ്കിലുമാണ് കാണുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു നിമിഷം യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശമായിട്ടും ഇതിനെ എടുക്കാവുന്നതാണ്. കാരണം ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുകൊണ്ടാണ് കേട്ടോ. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലെയുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ താല്പര്യമുണ്ടെങ്കിൽ, അതിഷ്ടമാണെങ്കിൽ, അതിന് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും വാലന്റൈൻസ് ഡേ ആശംസകൾ. ഹാപ്പി വാലന്റൈൻസ് ഡേ. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. വരും. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത്, തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോഴും ചിന്തിക്കാറുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. മേ ബി ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ എങ്കിലും ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ആ വ്യക്തി എത്ര ശ്രമിച്ചിട്ടും ആ വ്യക്തിയുടെ മനസ്സിലേക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നുണ്ട്. അതായത് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് വളരെ പെട്ടെന്നാണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതായത് ഒരിക്കലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കണം എന്ന് വിചാരിച്ചിട്ട് ആ വ്യക്തി ചിന്തിക്കുന്നതല്ല. എന്നെ ചിന്തിക്കാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, ഞാൻ ഇന്ന് ഈ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കാം എന്ന് വിചാരിച്ച് ചിന്തിക്കാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. ഒരിക്കലും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കണം എന്ന് വിചാരിച്ചിട്ട് ചിന്തിക്കുന്നതല്ല. പക്ഷേ വളരെ പെട്ടെന്ന് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ, അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ചുള്ള ഓർമ്മകൾ പെട്ടെന്ന് ആ വ്യക്തിയുടെ മനസ്സിലേക്ക് വരാറുണ്ട്. മേ ബി നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. മേ ബി ആ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തി അറിയാതെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല ആ വ്യക്തി ചിന്തിക്കുന്നത്. പക്ഷേ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ആ വ്യക്തിക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ. കാരണം ആ വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോഴും ചെറിയൊരു ഇഷ്ടമുണ്ട്. ചെറിയൊരു ഇഷ്ടമല്ല, നിങ്ങളോട് ഇപ്പോഴും ആ വ്യക്തിക്കൊരു ഇഷ്ടമുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ഇപ്പോഴും നിങ്ങളോട് ഇഷ്ടമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ആ വ്യക്തിക്ക് ഇഷ്ടമാണ്. പക്ഷേ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ആ വ്യക്തി ചിലപ്പോൾ ചിന്തിക്കാറുണ്ടായിരിക്കാം. ആ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. എനിക്കിവിടെ മനസ്സിലാകുന്നത്, മേ ബി ആ വ്യക്തി ഇപ്പോൾ കുറച്ച് ബിസി ആയിരിക്കാം. ആ വ്യക്തിയുടെ കരിയറിലായിരിക്കാം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ ആ വ്യക്തി നിങ്ങളെ മറന്നു എന്നല്ല, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നല്ല. പക്ഷേ ആ വ്യക്തിയുടെ കരിയറിൽ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ആ വ്യക്തി ഒരുപാട് ബിസി ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ആ വ്യക്തി വളരെ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നു, അതായത് ആ വ്യക്തിയുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആ വ്യക്തി വളരെ ബിസി ആയിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ, ആ വ്യക്തിയുടെ ജോബുമായിട്ട് ബന്ധപ്പെട്ട് ആ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്, വളരെ ബിസി ആയിട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങളെക്കുറിച്ച് ഓർമ്മ വരാറുണ്ടായിരിക്കാം. പെട്ടെന്ന് ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ഓർമ്മ വരുന്ന സമയത്ത്
ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജോബിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ടായിരിക്കാം. അതായത് ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജോബ് ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ആ വ്യക്തി ആ വ്യക്തിയുടെ ജോലി ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിൽ ശ്രദ്ധിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. ആ വ്യക്തി ആ വ്യക്തിയുടെ കരിയറിലും ആ വ്യക്തിയുടെ ജോബിലും തന്നെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അതായത് ആ വ്യക്തിയുടെ കരിയറിൽ തന്നെയാണ് ആ വ്യക്തി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്, ആ വ്യക്തിയുടെ ജോബിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കരിയറിൽ തന്നെയാണ് ആ വ്യക്തി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ ആ വ്യക്തിയുടെ എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത് അങ്ങനെയാണ്. പക്ഷേ അതേസമയം തന്നെ ആ വ്യക്തി വളരെ ബിസി ആയിട്ട് ആ വ്യക്തിയുടെ ജോലി ചെയ്യുന്ന സമയത്ത്, ആ വ്യക്തിയുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജോബുമായിട്ട് ബന്ധപ്പെട്ട് ആ വ്യക്തി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്, ജോബുമായിട്ട് ബന്ധപ്പെട്ട് ആ വ്യക്തിയുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ആ സമയത്ത് പെട്ടെന്ന് നിങ്ങളെക്കുറിച്ച് ആ വ്യക്തിക്ക് ഓർമ്മ വരാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് ആ വ്യക്തിക്ക് തന്നെ അറിയില്ല. ആ സമയത്ത് ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ കരിയറിൽ, അല്ലെങ്കിൽ ആ വ്യക്തി ചെയ്യുന്ന ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവാറുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ആ വ്യക്തി ശ്രമിക്കാറുണ്ട്. കാരണം ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അത് കാരണം ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ചിലപ്പോഴെങ്കിലും ശ്രമിക്കാറുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. എന്ന് വെച്ചാൽ എപ്പോഴും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എപ്പോഴും ആ വ്യക്തി ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. ചിലപ്പോഴെങ്കിലും ആ വ്യക്തിക്ക് അങ്ങനെ നിങ്ങളെക്കുറിച്ച് ഓർമ്മ വരാറുണ്ട്. അങ്ങനെ പെട്ടെന്ന് നിങ്ങളെക്കുറിച്ച് ഓർമ്മ വരുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കാറുണ്ട്. അപ്പോൾ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. എപ്പോഴും അങ്ങനെയാണെന്നല്ല കേട്ടോ പറയുന്നത്, പക്ഷെ ചിലപ്പോഴെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഒരു മെസ്സേജ് എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവണം എന്നില്ല. ഇത് മേ ബി നിങ്ങളുടെ എനർജിയുമായിരിക്കാം. നിങ്ങൾക്കിത് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം. മേ ബി ആ വ്യക്തി മെഡിറ്റേഷൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തി മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാളായിരിക്കാം. അങ്ങനെ ആ വ്യക്തി മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ആ വ്യക്തി കുറച്ച് ബിസി ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ആ വ്യക്തി ഇപ്പോൾ ആ വ്യക്തിയുടെ കരിയറിലാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുന്ന സമയത്ത്, ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആ വ്യക്തിക്ക് വേണ്ടി ആ വ്യക്തി കുറച്ച് സമയം മാറ്റിവെക്കുന്ന സമയത്ത്, ആ ഒരു സമയത്തും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോഴും ചിന്തിക്കാറുണ്ടെന്നും, ആ വ്യക്തി എപ്പോഴാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് നോക്കാം, എന്തുകൊണ്ടാണ് ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതായത് ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒരു കാരണം എനിക്ക് ആദ്യമേ മനസ്സിലായിട്ടുണ്ടായിരുന്നു, അത് മേ ബി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നിരിക്കാം. ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ പറയുന്നു. ആ വ്യക്തി നിങ്ങളെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട്, ഇപ്പോഴും ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അതും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു കാരണമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ആ ഒരു മെസ്സേജ് മേ ബി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നിരിക്കാം. ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ പറയുന്നു. ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്കിവിടെ ലഭിക്കുന്ന എനർജിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് എന്താണ് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങളെടുക്കാം. നമുക്ക് നോക്കാം, ഇപ്പോഴും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം തന്നെ ഞാൻ നിങ്ങളോട് പറയാം. ഇതിൽ എന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങളെടുക്കാം. എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മേ ബി ആ പേഴ്സൺ ആയിരിക്കാം നിങ്ങളോട് പിണങ്ങിയത്, അല്ലെങ്കിൽ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷന് മുൻപ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ആ വഴക്ക് ഇടാൻ കാരണം ആ വ്യക്തിയാണ്, അല്ലെങ്കിൽ ആ വ്യക്തി ആയിരിക്കാം നിങ്ങളോട് വഴക്കിട്ടിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ആ വ്യക്തി ആയിരിക്കാം നിങ്ങളോട് പിണങ്ങിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിക്കാൻ കാരണം ആ വ്യക്തി ആയിരിക്കാം. ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ആ വ്യക്തി ആയിരിക്കാം. അപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ട്, ആ വ്യക്തി കാരണമാണ് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് എന്ന്. ആ ഒരു ചിന്ത കാരണം ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. അതായത് ഞാൻ വഴക്കിട്ട കാരണമാണല്ലോ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് എന്നൊരു ചിന്ത ആ വ്യക്തിയുടെ മനസ്സിലുള്ളത് കൊണ്ട് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. പക്ഷേ ആ ഒരു ചിന്ത ആ വ്യക്തിയുടെ മനസ്സിലുണ്ടെങ്കിലും, ആ വ്യക്തിക്ക് അത് കാരണം വിഷമമുണ്ടെങ്കിലും, പക്ഷേ അതേസമയം തന്നെ ആ വ്യക്തിയുടെ വിഷമം
ആ വ്യക്തി പുറമേ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ആ വ്യക്തി കാരണമാണ് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചതെങ്കിൽ പോലും അല്ലെങ്കിൽ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ആ വ്യക്തിയാണെങ്കിൽ പോലും, അതായത് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിക്കാൻ പ്രധാനപ്പെട്ട കാരണം ആ വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ കൂടി അത് സമ്മതിച്ചു തരാൻ ആ വ്യക്തിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടല്ല, ചെറിയൊരു മടിയുണ്ട്. അതായത് ആ വ്യക്തിയാണ് നിങ്ങളോട് പിണങ്ങിയതെങ്കിൽ, അല്ലെങ്കിൽ ആ വ്യക്തിയാണ് നിങ്ങളോട് വഴക്കിട്ടിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിക്കുന്നതിന് മുൻപ് എന്തെങ്കിലും ഒരു ചെറിയ വഴക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആ വഴക്ക് ആ വ്യക്തിയാണ് നിങ്ങളോട് വഴക്കിട്ടതെങ്കിൽ, അല്ലെങ്കിൽ ആ വ്യക്തിയാണ് നിങ്ങളോട് പിണങ്ങിയതെങ്കിൽ അത് സമ്മതിച്ചു തരാൻ ആ വ്യക്തിക്ക് ഇച്ചിരി മടിയുണ്ട്. ഇപ്പോഴും ആ വ്യക്തിക്ക് ഇച്ചിരി മടിയുണ്ട്. ആ വ്യക്തിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്, നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട്. ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ ആ വ്യക്തിയോട് സംസാരിക്കുകയാണെങ്കിൽ, ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറി ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവണമെന്നാണ് ആ വ്യക്തിയും ആഗ്രഹിക്കുന്നത്, നിങ്ങളും ആഗ്രഹിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ആ വ്യക്തി അത് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണമെന്ന് ആ വ്യക്തി മേ ബി ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇങ്ങനെയൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടി, അതായത് ഒരു പുതിയ തുടക്കം ഉണ്ടാകണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടി, ആ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി, ആ വ്യക്തി നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ കൂടി, നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറി ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾ ആ വ്യക്തിയോട് ചോദിക്കുകയാണ്, അതായത് എന്നെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നോ, അല്ലെങ്കിൽ എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നോ, അല്ലെങ്കിൽ എന്നോട് ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ നിങ്ങൾ ആ വ്യക്തിയോട് ചോദിക്കുന്നുണ്ടെങ്കിൽ, അതായത് ആ വ്യക്തിയോട് ചോദിക്കുമെങ്കിൽ, അതായത് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറി ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്ന സമയത്ത് എപ്പോഴെങ്കിലും നിങ്ങൾ ആ വ്യക്തിയോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചോദിക്കുമെങ്കിൽ, ആ ഒരു സമയത്ത് ആ വ്യക്തി സമ്മതിക്കും ആ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന്. അല്ലെങ്കിൽ നിങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അത് പാടില്ലായിരുന്നു എന്ന് ആ വ്യക്തിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആ വ്യക്തി സമ്മതിക്കില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ ആ വ്യക്തിക്ക് എത്രമാത്രം നിങ്ങളെ മിസ് ചെയ്തിരുന്നു എന്ന് ആ വ്യക്തി നിങ്ങളോട് പറയില്ല. അല്ലെങ്കിൽ എത്രമാത്രം ആ വ്യക്തി നിങ്ങളെ കാണാൻ ആഗ്രഹിച്ചിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ കാരണം ആ വ്യക്തി എത്രത്തോളം വിഷമിച്ചിരുന്നു എന്നുള്ള കാര്യമൊന്നും ആ വ്യക്തി നിങ്ങളോട് പറയില്ല. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ആ വ്യക്തി ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു എന്നറിഞ്ഞാൽ മേ ബി നിങ്ങൾ വിഷമിച്ചാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. രണ്ടാമത്തെ കാരണം, അതൊരു കാരണമാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, ആ വ്യക്തിയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ വ്യക്തി സമ്മതിച്ചു തരും. ശരിയാണ്, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് ആ വ്യക്തി സമ്മതിച്ചു തരും. പക്ഷേ അത് സമ്മതിച്ചു തരാൻ അത്ര എളുപ്പമല്ല. എളുപ്പത്തിൽ ആ വ്യക്തിയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അത്ര പെട്ടെന്നൊന്നും ആ വ്യക്തി സമ്മതിച്ചു തരില്ല. ഇനി സമ്മതിച്ചു തന്നാൽ തന്നെ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ സമ്മതിച്ചു തരുമ്പോൾ പോലും അത് സമ്മതിക്കാൻ എന്തോ ഒരു മടിയുള്ളതുപോലെ ആ വ്യക്തി സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കാം, എന്തിനാണ് സമ്മതിക്കാൻ ഇത്ര മടി? എൻ്റെ ഭാഗത്തല്ല തെറ്റെന്നറിയാമല്ലോ, പിന്നെ എന്തിനാണ് അത് സമ്മതിക്കാൻ ഇത്ര മടി എന്ന് ചോദിക്കുകയാണെങ്കിൽ, സമ്മതിക്കാൻ എനിക്ക് മടിയൊന്നും ഇല്ല എന്ന് പറയുമ്പോഴും ആ പറയുന്ന രീതിയിൽ നിങ്ങൾക്കൊരു മടി തോന്നുമായിരിക്കും. പക്ഷേ എനിക്ക് മനസ്സിലാകുന്നത്, ആ വ്യക്തിക്ക് ഇത്തിരി മടിയുണ്ടെങ്കിൽ കൂടി, ആ വ്യക്തിയുടെ തെറ്റ് സമ്മതിച്ചു തരാൻ ആ വ്യക്തിക്ക് ഇത്തിരി മടിയുണ്ടെങ്കിൽ കൂടി, അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്തിരുന്നു എന്നുള്ള കാര്യം ആ വ്യക്തിക്ക് സമ്മതിച്ചു തരാൻ ഇത്തിരി മടിയുണ്ടെങ്കിൽ കൂടി, ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതായത് ആ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നത് കൊണ്ട്, ആ വ്യക്തി നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട്, ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണം എന്ന് ആ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ മറക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല. മേ ബി ആ വ്യക്തി നിങ്ങളെ മറക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ വ്യക്തി നിങ്ങളെ മറക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. ആ വ്യക്തിക്ക് ഇച്ചിരി ദേഷ്യമുള്ള ഒരാളാണ് എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. ഒരുപാടില്ല, പക്ഷേ ഇച്ചിരി ദേഷ്യമുള്ള ഒരാളാണ് എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. മേ ബി ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷന് മുൻപ് ആ വ്യക്തി ഒത്തിരി ദേഷ്യമുള്ള ഒരാളായിരുന്നെങ്കിൽ അത്ര ദേഷ്യമൊന്നും ആ വ്യക്തിക്ക് ഇപ്പോൾ ഇല്ല. പക്ഷേ എങ്കിലും ഇപ്പോഴും ആ വ്യക്തിക്ക് ചെറിയൊരു ദേഷ്യമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടി
ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കാത്തത്? നിങ്ങളോട് ആ വ്യക്തിക്ക് ദേഷ്യമുണ്ടെന്നല്ല, ആ വ്യക്തിക്ക് ഇച്ചിരി ദേഷ്യമുള്ള ഒരാളാണ്, അതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കാത്തത്. അതുപോലെ നിങ്ങൾക്ക് ആ വ്യക്തിയോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ടായിരിക്കാം. മേ ബി അതുകൊണ്ട് കൂടിയായിരിക്കാം ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കാത്തത്. പക്ഷേ ആ വ്യക്തി നിങ്ങളെ കാണാനും നിങ്ങളോട് സംസാരിക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. എപ്പോഴും നിങ്ങളെക്കുറിച്ചും അതിനേക്കാൾ ഉപരി ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനെക്കുറിച്ചും ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളോട് സംസാരിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു നല്ല തുടക്കം, അതായത് ഒരു മനോഹരമായിട്ടുള്ള പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് കൂടിയായിരിക്കാം ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള, അതായത് ഇപ്പോഴും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള കാരണം അതായിരിക്കാം, അല്ലെങ്കിൽ കാരണങ്ങൾ അതായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, ആ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം സമ്മതിച്ചു തരാൻ ആ വ്യക്തിക്ക് ഇപ്പോഴും മടിയുണ്ട്, ചെറിയൊരു മടിയുണ്ട്. പക്ഷേ ആ വ്യക്തിക്ക് അറിയാവുന്നൊരു കാര്യമുണ്ട്. ആ വ്യക്തിക്ക് എത്രത്തോളം പിണക്കത്തിലാണ് എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ചെറിയൊരു മടിയുണ്ട് നിങ്ങളോട് സംസാരിക്കാൻ എന്ന് പറഞ്ഞാലും, ആ വ്യക്തിയുടെ മനസ്സിൽ ആ വ്യക്തിക്ക് അറിയാം, ആ വ്യക്തിയുടെ മടിയേക്കാൾ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പിണക്കത്തിനേക്കാൾ, വ്യക്തിയുടെ മടി എന്ന് പറയുമ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ ആ വ്യക്തിക്ക് ചെറിയൊരു മടിയുണ്ടെങ്കിൽ കൂടി, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ചെറിയൊരു പിണക്കം നിങ്ങളോടുണ്ടെങ്കിൽ കൂടി, അല്ലെങ്കിൽ ഇനി എത്രത്തോളം പിണക്കം നിങ്ങളോടുണ്ട് എന്ന് പറഞ്ഞാലും ആ ഒരു പിണക്കത്തെക്കാളൊക്കെ വലുതാണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം. അതേ സ്നേഹം നിങ്ങൾക്കും ആ വ്യക്തിയോടുണ്ടെന്ന് ഇപ്പോഴും ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട്. മേ ബി വിശ്വസിക്കുന്നുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. മേ ബി അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് മേ ബി നിങ്ങളുടെ എനർജിയും ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി ആയിരിക്കാം. മേ ബി നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ചിന്തിക്കുന്നത് ഒരുപോലെ ആയിരിക്കാം. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് ആ ഒരു സമയത്ത് നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി ഒരുപോലെ ആയിരിക്കാം. ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് നോക്കാം ഈ ഒരു നിമിഷം യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. എനിക്കിവിടെ ലഭിക്കുന്ന എല്ലാ മെസ്സേജസും ഞാൻ നിങ്ങളോട് പറയാം. ഇതിലെന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങളെടുക്കുക. എനിക്കിവിടെ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജിയാണ് ലഭിക്കുന്നത്. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ ആരുമില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു സപ്പോർട്ടിന് ആരുമില്ലല്ലോ എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലോ കരിയറിലോ ലഭിക്കുന്നില്ല എന്ന് നിങ്ങൾ ആലോചിച്ചിട്ട് വിഷമിക്കുന്നുണ്ടെങ്കിൽ, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. അതായത് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, യൂണിവേഴ്സ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. യൂണിവേഴ്സ് നിങ്ങൾക്ക് സന്ദേശങ്ങൾ നൽകുന്നുണ്ട്, പക്ഷെ നിങ്ങളത് കാണുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. യൂണിവേഴ്സ് എപ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, യൂണിവേഴ്സ് എപ്പോഴും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. എപ്പോഴും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളതിന് ശ്രമിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തന്നെ മേ ബി നിങ്ങൾക്കതിന് കഴിയുന്നുണ്ടാവില്ല. പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്നത്, നിങ്ങളെ ആരും മോട്ടിവേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കിവിടെ മനസ്സിലാകുന്നത്, എനിക്കിവിടെ ലഭിക്കുന്ന എനർജിയിൽ നിന്ന് മനസ്സിലാകുന്നത്, യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ്, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കണം. യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും തോന്നില്ല നിങ്ങളെ ആരും മോട്ടിവേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, നിങ്ങളാരും മനസ്സിലാക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് പിന്നെ തോന്നില്ല. യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് തോന്നില്ല, അയ്യോ ആരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ, അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ ആർക്കും സാധിക്കുന്നില്ലല്ലോ. അങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങളങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെയല്ല, യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സ് എപ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ
നിങ്ങൾ നിങ്ങളെ തന്നെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുക എന്നതിലുപരി നിങ്ങൾ നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. യൂണിവേഴ്സ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും, യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ അതോടൊപ്പം തന്നെ നിങ്ങളും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? നിങ്ങളും നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം. എങ്കിലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കൂ. നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുകയും നിങ്ങൾ നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ട നല്ല നല്ല കാര്യങ്ങൾക്ക്, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് നേടിയെടുക്കേണ്ട നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കൂടി എഫേർട്ട് ഇടുക. നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലോ നേടിയെടുക്കേണ്ട നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുകയും ഒപ്പം തന്നെ നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ നിങ്ങൾ എഫേർട്ട് ഇടുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കും. പിന്നെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ ഒരു മെസ്സേജും എനിക്കിവിടെ വളരെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലോ എന്തെങ്കിലും തീരുമാനം എടുക്കുന്ന സമയത്ത് നിങ്ങളൊരു ആശയക്കുഴപ്പത്തിലായി പോകുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലോ കരിയറിലോ എന്തെങ്കിലും നല്ല തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു ആശയക്കുഴപ്പം പോലെ തോന്നുന്നുണ്ട്, ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല, അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുക. അതുപോലെ നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേട്ട് തീരുമാനമെടുക്കുക. ആദ്യം ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുക. എന്തെങ്കിലും തീരുമാനം എടുക്കുന്നതിന് മുൻപ് ആദ്യം ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുക. അതിനുശേഷം നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത് അതനുസരിച്ച് തീരുമാനമെടുക്കാൻ ശ്രമിക്കുക. അതായത് നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേട്ട് തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു നല്ല തീരുമാനം എടുക്കാൻ സാധിക്കും എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, നിങ്ങൾക്ക് ആ പേഴ്സണെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ പേഴ്സണോട് സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ മേ ബി ആ പേഴ്സണും നിങ്ങളെ കാണാനും നിങ്ങളോട് സംസാരിക്കാനും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ആ പേഴ്സണെ എത്രത്തോളമാണോ മിസ് ചെയ്യുന്നത് അതേപോലെ തന്നെ മേ ബി ആ പേഴ്സണും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. നിങ്ങൾക്ക് ആ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ഓർത്തിട്ടോ അല്ലെങ്കിൽ ആ പേഴ്സണെ കുറിച്ച് ഓർത്തിട്ടോ നിങ്ങൾ വിഷമിക്കാതിരിക്കുക. അല്ലെങ്കിൽ എപ്പോഴും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കാതിരിക്കുക. എന്ന് വെച്ചാൽ എപ്പോഴും നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നല്ല, പക്ഷേ ഒത്തിരി ചിന്തിക്കാതിരിക്കുക. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ചായിക്കോട്ടെ ആ പേഴ്സണെ കുറിച്ചായിക്കോട്ടെ ഒരുപാട് ചിന്തിക്കാതിരിക്കുക. നിങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം ആ പേഴ്സണെ, അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ എങ്കിലും ഒരുപാട് ചിന്തിക്കാതിരിക്കുക. ഇനി ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും, അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ചോ അല്ലെങ്കിൽ ആ പേഴ്സണെ കുറിച്ചോ ഇനി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. ചിന്തിക്കാം, പക്ഷേ ഒത്തിരി ചിന്തിക്കാതിരിക്കുക. ഇനി ചിന്തിക്കുകയാണെങ്കിൽ പോലും നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് എപ്പോഴും നിങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കുക. നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ, എപ്പോഴും അതിന് സാധിക്കണമെന്നില്ല, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോടിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. എനിക്കിവിടെ ലഭിച്ച മെസ്സേജസാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതിലെന്താണ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതുമാത്രം നിങ്ങളെടുക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.